കെ സ്റ്റോർ റേഷൻ കട ഉടമകൾക്ക് വൻ ബാധ്യതയാകുന്നു. റേഷൻ സാധനങ്ങൾക്ക് പുറമെ മറ്റ് സേവനങ്ങളും കെ സ്റ്റോറിൽ ലഭ്യമാക്കുമെന്നാണ് പ്രഖ്യാപനം. കെ സ്റ്റോർ ആക്കുമ്പോഴുള്ള കളർ കോഡിനും കമ്പ്യൂട്ടറുകൾ വാങ്ങാനും അടക്കം ₹1 പോലും സർക്കാർ നൽകുന്നില്ലെന്നാണ് പരാതി. സബ്സിഡി സാധനങ്ങൾ വിൽക്കാനുള്ള അനുമതിയുമില്ല. എറണാകുളം ജില്ലയിൽ 126 റേഷൻ കടകൾ കെ സ്റ്റോർ പദവിയിലേക്ക് ഉയർത്തുമെന്നാണ് മന്ത്രി GR അനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകെ 2000 റേഷൻ കടകളാണ് കെ സ്റ്റോറായി ഉയർത്തുന്നത്. കെ സ്റ്റോർ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായി 850ഓളം റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വന്നതായും സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ കെ സ്റ്റോറിനായി തുടക്കത്തിൽ അപേക്ഷ നൽകിയവരെല്ലാം നിബന്ധനകൾ വായിച്ചതോടെ പിന്മാറുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 1266 റേഷൻ കടകൾ കെ സ്റ്റോറുകളാക്കി ഉയർത്താനും മാർച്ച് മാസത്തോടെ ഇതിൽ 10% പ്രവർത്തനം ആരംഭിക്കാനുമായിരുന്നു ലക്ഷ്യം. ₹10,000 വരെ ഇടപാട് നടത്താൻ കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനം, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റി പേയ്മെന്റുകൾ, മിതമായ നിരക്കിൽ 5 കിലോഗ്രാം തൂക്കമുള്ള പാചകവാതക കണക്ഷൻ, ശബരി, മിൽമ ഉൽപ്പന്നങ്ങൾ എന്നിവ കെ സ്റ്റോറുകളിൽ ലഭിക്കുമെന്നാണ് അറിയിച്ചത്. എന്നാൽ കെ സ്റ്റോറാക്കി മാറ്റാൻ ഇതിനുള്ള കളർ കോഡ്, കമ്പ്യൂട്ടർ ബില്ലിംഗ്, ലാപ്ടോപ്പ് എന്നിവയെല്ലാം വേണം. ഇതിനൊന്നും സർക്കാർ പണം നൽകില്ല. മാത്രമല്ല, സബ്സിഡി ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്ക് നൽകില്ല. ഇതോടെ എല്ലാ ബാധ്യതയും റേഷൻ വ്യാപാരികളിൽ മാത്രമായി. എറണാകുളം ജില്ലയിൽ 126 റേഷൻ കടകൾ കെ സ്റ്റോർ പദവിയിലേക്ക് മാറ്റുമെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ ജില്ലയിലെ കെ സ്റ്റോർ ജില്ലാതല അവലോകന യോഗത്തിൽ അവകാശപ്പെട്ടത്. വ്യവസായ കൃഷി വകുപ്പുകളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കെ സ്റ്റോറിൽ ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജനം, കൊച്ചി.